നമ്മൾ നമുക്ക് ചുറ്റും പല രീതിയിൽ ആളുകളെ സഹായിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കും നമ്മളെയും ആളുകൾ സഹായിക്കും, നമ്മൾ ആളുകളെ സഹായിക്കും. അങ്ങനെ ഒരു പരസ്പര സഹായത്താലാണ് നമ്മുടെ ജീവിതം ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് ന്യൂറോസിസ് എന്നാണ്. എന്താണ് ഈ ഹെൽപ്പിംഗ് ന്യൂറോസിസ് എന്ന് പറയുന്നത്? ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു പ്രത്യേക കാര്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. ഇപ്പോ പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി, സൊസൈറ്റിയെ മാനിക്കാതെ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ആ കാര്യം ചെയ്യുന്നു. ഇപ്പോ പബ്ലിക്കായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങള്, പബ്ലിക്കായിട്ട് നമ്മള് ചിലപ്പോ ചില കാര്യങ്ങള് പബ്ലിക്കിൽ അൺവാണ്ടഡ് ആയിട്ട് ഉണ്ടാവുന്ന ചില സാഹചര്യങ്ങളിൽ അറിയാതെ ചെയ്തു പോകുന്നു. അത് ആ വ്യക്തി അറിഞ്ഞിട്ടല്ല, മനസ്സുകൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷെ എന്തോ ഒരു കമ്പൽഷൻ വഴിയാണ് ആ വ്യക്തി അത് ചെയ്യുന്നത്. അപ്പോ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഇപ്പൊ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒച്ചയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോ മറ്റുള്ളവർക്ക് അത് അരോചകമായിട്ട് തോന്നും, പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റുന്ന ഒരു, അല്ലെങ്കിൽ പെട്ടെന്ന് കൂവുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ്. അത് മറ്റുള്ളവര് പലപ്പോഴും ഇഷ്ടപ്പെടാതിരുന്നിട്ട് പോലും അദ്ദേഹം അത് ചെയ്യേണ്ടി വരുന്ന ഒരു കമ്പൽസീവ് അവസ്ഥയെയാണ് നമ്മൾ ഇത് പറയുന്നത്, ഒരു ന്യൂറോസിസ് എന്ന്, ഹെൽപ്പിംഗ് അല്ലെങ്കിൽ ഒരു ന്യൂറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹെൽപ്പിംഗ് ന്യൂറോസിസ്? ഇന്ന് ഹെൽപ്പിംഗ് ന്യൂറോസിസ് നമുക്ക് എപ്പോഴും മറ്റൊരു വ്യക്തിയെ സഹായിച്ചേ പറ്റൂ. സഹായിക്കുക എന്നത് വളരെയധികം ഇന്നവേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അദ്ദേഹത്തിന് മാറുകയാണ്. എങ്ങനെയെങ്കിലും ഒരാളെ സഹായിക്കണം, ഒരു ദിവസം ഒരു 5-6 പേരെങ്കിലും സഹായിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഹെൽപ്പിംഗ് ന്യൂറോസിസ് വരുന്നതെന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്തു നോക്കാം ഈ വീഡിയോയിലൂടെ. പലവിധ കാരണങ്ങളാലാണ് ഹെൽപ്പിംഗ് ന്യൂറോസിസ് വരുന്നത്. ഇപ്പോ നമ്മുടെ ഒരു മൊറാലിറ്റി, ഒരു തീവ്രമായ ഒരു ധർമ്മബോധത്തിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ തീവ്രമായ സെൽഫായിട്ടുള്ള ധർമ്മബോധം തന്നെ ആയിരിക്കണമെന്നില്ല, സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ചില ധർമ്മബോധമായിരിക്കാം, ചിലപ്പോൾ റിലീജിയൻ അടിച്ചേൽപ്പിക്കുന്ന ഒരു ധർമ്മബോധമായിരിക്കാം. നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണം. ഇപ്പൊ ക്രിസ്ത്യൻസിനാണെങ്കിൽ നൊയമ്പ് കാലത്ത്, അല്ലെങ്കിൽ മുസ്ലിംസിനാണെങ്കിൽ റംസാന്റെ നൊയമ്പ് കാലത്ത്, അല്ലെങ്കിൽ ഹിന്ദുസിനാണെങ്കിൽ ശബരിമല സീസൺ. അങ്ങനെ ആ ഒരു സീസൺ വരുന്നതനുസരിച്ച് മറ്റുള്ളവരെ നിങ്ങൾ സഹായിക്കണമെന്ന് മതം അനുശാസിക്കുന്നതനുസരിച്ച് എങ്ങനെയെങ്കിലും എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് കരുതി മതത്തിന്റെ കമ്പൽഷൻസും അല്ലെങ്കിൽ ധാർമ്മികതയുടെ കമ്പൽഷൻസും ഒക്കെ വഴി മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. അതായത് അങ്ങനെ ചെയ്യുന്നത് വഴി അവരുടെ ജീവിതത്തിൽ ഒരു കംഫർട്ട് ലഭിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അവർ ഈ ഒരു ഇത് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഒരു ഹെൽപ്പിംഗ് ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അതിൽ കൂടുതൽ അനുഭവിക്കുന്ന ഒരു വ്യക്തി വളരെ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു ആളായിരിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ അറ്റൻഷൻ എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട്, എപ്പോഴും മറ്റുള്ളവർ എന്നെ വിലമതിക്കണം എന്നുള്ള ഒരു അണ്ടർലൈനിങ് തോട്ട് അവർക്കുള്ളത് കൊണ്ട് അതുവഴി എപ്പോഴും മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു സാഹചര്യം, ഇപ്പൊ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതും വേറൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ആ വ്യക്തികൾക്ക് ചില ഹിഡൻ അജണ്ടാസ് ഉണ്ടായിരിക്കും. അതായത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായി തന്നെ ഇപ്പൊ പൊളിറ്റീഷ്യൻസിലും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോമിനന്റ് ഫിഗേഴ്സ്, അവർക്ക് അവരെ തന്നെ മറ്റുള്ളവരുടെ പ്രതിച്ഛായ കാക്കാൻ വേണ്ടിയിട്ട് അവർക്കില്ലാത്ത ഒരു സ്വഭാവം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. കൂടാതെ ഇന്നസെന്റ് ആയിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പക്ഷെ ഈ അവര് ഹെൽപ്പ് ചെയ്യുമ്പോഴും അവർക്ക് ചിലപ്പോൾ അവരുടെ സമയനഷ്ടം വലിയ കാര്യമാണ്. അവിടെ ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്താലും വ്യക്തികൾക്ക് ഉണ്ടാവുന്ന സമയനഷ്ടം വലിയൊരു കാര്യമാണ്. സമയം നഷ്ടപ്പെടുന്നു, അതോടൊപ്പം എനർജി നഷ്ടപ്പെടുന്നു. ചില ആളുകൾ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കും, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് ഹെൽപ്പ് കിട്ടണമെന്ന്. പക്ഷെ ഇതൊരു നിഷ്കാമകർമ്മയായിട്ടാണ് എപ്പോഴും നമ്മൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ മാറുന്നത്. ഈ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് പോലെ, വിത്തൗട്ട് എക്സ്പെക്ടിങ് എനി റിട്ടേൺ, വിത്തൗട്ട് എക്സ്പെക്ടിങ് എനി റിവാർഡ്, വി ആർ ഹെൽപ്പിംഗ് ദ അതർ പേഴ്സൺ. അപ്പൊ എപ്പോഴും നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മളൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ തന്നെ ഹെൽപ്പ് ചെയ്താലാണ് നമുക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ അത് നമ്മളെ മറ്റ് ചെയിൻ ഓഫ് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഡിസോർഡറിലേക്ക് അത് നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി ഈ ഒരു ഹെൽപ്പിംഗ് ന്യൂറോസിസിനെ ഫേസ് ചെയ്യാം? ഇവിടെ പ്രാക്ടിക്കലി നമുക്ക് ഫേസ് ചെയ്യുക എന്ന് പറയുന്നത്, ആദ്യം നമ്മുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം.
നമ്മുടെ കാര്യങ്ങളെല്ലാം, അതായത് സെൽഫ് മാനേജ്മെന്റ്, നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തീർത്തിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സമയം കണ്ടെത്തുക. നമ്മളൊരു ടൈം ടേബിൾ തയ്യാറാക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം, സെൽഫ് മാനേജ്മെന്റ് ടൈം ടേബിൾ തയ്യാറാക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം മറ്റുള്ളവരെ സഹായിക്കാനുള്ള സമയങ്ങൾ. അതോടൊപ്പം തന്നെ വേറെ നമ്മൾ ഇതിൽ കണ്ടെത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ സഹായം വേണമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് നമ്മുടെ സഹായം വേണമെന്ന് നമ്മൾ ലോജിക്കലി അല്ലെങ്കിൽ റാഷണലി നമുക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തെ സഹായിച്ചു കഴിയുമ്പോൾ അദ്ദേഹം സ്വയം പ്രാപ്തനായി എന്ന് തോന്നി കഴിയുമ്പോൾ അതിൽ നിന്ന് പിൻവലിയേണ്ടതും എന്ന് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് വേണ്ടത് അസേർട്ടീവ്നെസ്. ഇവിടെ പിൻവലിയാനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് അസേർട്ടീവ്നെസ് എന്ന് പറയുന്നത്. ഈ അസേർട്ടീവ്നെസ്സിൽ നമ്മൾ യെസ് ഓർ നോ ആ വ്യക്തിയോട് പറഞ്ഞുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത് കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചീത്ത ക്വാളിറ്റി, അതൊരു നല്ല ക്വാളിറ്റിയാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ സെൽഫ് മാനേജ്മെന്റിന് ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാവൂ. അതോടൊപ്പം മറ്റുള്ളവർക്ക് ഉള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അവർ സ്വയം പര്യാപ്തരായി കഴിഞ്ഞാൽ അതിൽ നിന്ന് യെസ് ഓർ നോ പറഞ്ഞ് പുറത്തു വരിക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനാൽ നമുക്ക് സെൽഫ് മാനേജ്മെന്റ് ഉള്ള വ്യക്തിയും അതോടൊപ്പം തന്നെ ഹെൽപ്പിംഗ് മൈൻഡ് ഉള്ള വ്യക്തികളുമായിട്ട് മാറാം. അതോടൊപ്പം തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ഫാക്ടേഴ്സ് അതിന് മറ്റുള്ളവരിലും നമ്മളിലും ഐഡന്റിഫൈ ചെയ്ത് അതിനെ മാറ്റിയെടുത്ത് ഒരു യഥാർത്ഥ പേഴ്സണാലിറ്റി ആയിട്ട് മാറുവാനും ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.